ഗായൂസ് ഗൈഡൻസ് ഡയറക്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് മനസ്സമാധാനം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാർഡ് നമ്മുടെ കറണ്ട് എനർജിയാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്. ബ്ലോക്കേജ്, നമ്മുടെ ബ്ലോക്കേജ് എന്താണ്? 6 ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ശക്തി എന്താണ്? 7 ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു? നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റത്തെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. കറണ്ട് എനർജി 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നമ്മളൊരു നിക്ഷേപം നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് പരിശ്രമം കൊടുത്തിട്ട് അതിൻ്റെ ഫലത്തിനായി കാത്തിരിക്കുന്നതിനെയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അടുത്തത് നമ്മുടെ ബ്ലോക്കേജ് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്ലോക്കേജ് ഇത് ശരിക്കും പറഞ്ഞൊരു വിജയത്തിൻ്റെ കാർഡാണെങ്കിലും നമുക്കിത് തടസ്സമായിട്ട് ബ്ലോക്കേജ് എന്ന് സൂചിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അംഗീകാരം ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മതിപ്പുണ്ടായിരിക്കില്ല എന്നതാണ് അതുകൊണ്ട് നമ്മുടെ നേട്ടങ്ങൾക്ക് നമ്മൾ തന്നെ ഒരു അഭിമാനം കൊള്ളാനും മുന്നോട്ട് പോകാനും ശ്രമിക്കണം. അതാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. ഇനി എന്താണ് നമ്മുടെ ശക്തി എന്ന് ചോദിച്ചാൽ 7 ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത്. ഈ 7 ഓഫ് വൺസ് എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും ധൈര്യത്തോടെ നേരിടാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിലപാടുകളെയും സംരക്ഷിക്കുവാൻ തയ്യാറാണ്. ധാരാളം എതിരാളികൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ നിങ്ങൾക്ക് നിരവധി തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും നിങ്ങളുടെ നിശ്ചയദാർഢ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ്. ഇത് ഒരു ദൃഢനിശ്ചയത്തിൻ്റെയും ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പോരാട്ടത്തിൻ്റെയും കാർഡാണ്. ഇത് ചിലപ്പോൾ ആലോചനയില്ലാതെ എടുത്തുചാടി ഒരു കാര്യത്തിന് പോകുന്നതും ആകാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന കാര്യം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നന്നായി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുക. ക്ഷമയോടെ കാത്തിരിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഫലം എടുക്കാൻ സമയമെടുക്കും. അക്ഷമ കാണിക്കാതെ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. സ്വയം അംഗീകരിക്കുക. മനസ്സമാധാനം കിട്ടാൻ ധ്യാനം, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. അതിനെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.